സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയിലുള്ള ഇൻസ്പെക്ടർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അത് എവിടെ വെച്ചെടുത്ത വീഡിയോ ആണ്? എങ്ങനെയാണ് പ്രതികളെ കിട്ടിയോ എന്ന്? ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഏറിയ ഒരു റോഡായ ഉള്ളൂർ ആക്കുളം റോഡിൽ വെച്ചായിരുന്നു നമ്മുടെ പരിശോധന നടന്നുകൊണ്ടിരുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു വാഹനം വരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ആവശ്യത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തെ നിർത്താനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും എന്നാൽ ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് വാഹനം നിർത്താതെ പാസ് ചെയ്തു പോയ ആ വാഹനത്തിൻ്റെ ദൃശ്യം എടുക്കുകയായിരുന്നു അന്നുണ്ടായത്. ഫോട്ടോയിൽ ക്യാമറ വെച്ച് എടുത്തപ്പോൾ അതിൻ്റെ ദൃശ്യം കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിച്ചു. ഒരു പെറ്റി അടച്ചൊഴിയുന്നതിന് പകരമായിട്ട് യുവാക്കളുടെ ഇത്തരത്തിലുള്ള സാഹസം അത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നത്, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു വ്യക്തി വാഹനം ഓടിച്ചു വരുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ കാണുന്നത് ഹെൽമറ്റ് വയ്ക്കാതെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഹെൽമറ്റ് വയ്ക്കാത്ത ഒരു ഒഫൻസ് മാത്രമേ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ലൈസൻസ് പോലും നമ്മളിപ്പോൾ ഫിസിക്കലായിട്ട് നമ്മൾ ചോദിക്കുന്നില്ല. ലൈസൻസും നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെ കാണിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ഞങ്ങളെ കാണുമ്പോൾ അവർ എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങളെ കണ്ട ഉടനെ ഈ വരുന്ന ട്രാഫിക് ഫ്ലോയിലൂടെ ഇവർ അപകടകരമായ രീതിയിൽ ഇവർ വാഹനങ്ങൾ ഓടിച്ചു പോകാനുള്ള പ്രവണതകൾ കാണിക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവരെ പുറകിൽ പോയി ഒന്നും ഞങ്ങൾ പിടിക്കാറില്ല. പുറകിൽ പോയി പിടിക്കുമ്പോൾ അവർ എടുക്കുന്ന അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിലുള്ള പ്രവൃത്തിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും അതോടൊപ്പം തന്നെ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന മറ്റ് വ്യക്തികൾക്കും അത് ദോഷകരമായിട്ട് ഭാവിക്കും. പല കമൻറ്റുകൾക്കകത്ത് നെഗറ്റീവൊക്കെ കാണുമല്ലോ. അങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലും കമൻറ്റുകൾ വരുന്നുണ്ടോ? ഇപ്പോൾ ഞാനൊരു പബ്ലിക് സർവൻ്റാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായി നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ വരവേൽക്കുന്നവർക്ക് അവർക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും അവരുടെ സുരക്ഷയായ യാത്രയ്ക്ക് വേണ്ടിയിട്ടുമുള്ള പ്രവൃത്തികൾ ചെയ്യുവാനും അതുപോലെ തന്നെ എനിക്ക് നേരെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയാനായി തയ്യാറെടുക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ അതൊക്കെ ആ രീതിയിലേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. സാറ് പറഞ്ഞതുപോലെ തന്നെ പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരം. ക്യാമറമാൻ MS വിത്തിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് തന്നെ ചേരുന്നുണ്ട് തത്സമയം. ഗോകുൽ, നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ ആദ്യം അതിന്റെ ക്യാമറ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ് എപ്പോഴും വാങ്ങാറ്. ഇതെന്തായാലും അതിന്റെ സൂമിംഗ് കപ്പാസിറ്റി വളരെ അടിപൊളിയായതുകൊണ്ട് കൃത്യം ആ യുവാക്കളെ കുടുക്കാനായി പോലീസിന് കഴിഞ്ഞു. എന്തായാലും ഫോണുകളുടെയൊക്കെ ഒരു പുതിയ ടെക്നോളജി ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതെന്തായാലും രക്ഷപ്പെട്ടു എന്ന് കരുതിയെടുത്തുനിന്ന് ആ യുവാക്കൾ കുരുങ്ങി. ഇങ്ങനെ തന്നെയാണ് നിയമം ലംഘിക്കുന്നവരെ നേരിടേണ്ടതല്ലേ? ഹിമ, തീർച്ചയായും ഇതൊരു ഫോണിൻ്റെ പരസ്യമല്ല, എന്നാലും പറയാം അത് സാംസങ് S23 അൾട്രാ ഫോണാണ്. അപ്പോൾ ഇത്തരത്തിൽ ആക്കുളം ഉള്ളൂർ റോഡിലാണ് ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ യുവാക്കൾ ബൈക്കിൽ പാഞ്ഞത്. ആ ബൈക്ക് വലിയ രീതിയിൽ രൂപമാറ്റം വരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ MVD ഉദ്യോഗസ്ഥർ ഈ സമയത്തൊക്കെ തന്നെ വലിയ ചെക്കിംഗ് ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. കാരണം ഇത് സംസ്ഥാനത്തിൻ്റെ തന്നെ അതിർത്തി പ്രദേശങ്ങളാണ്. അവിടെ വഴി ഇത്തരത്തിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരികൾ സംസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജോയിൻറ്റ് പരിശോധന. പോലീസ് അതുപോലെ തന്നെ ഡാൻസ് ഓഫ് ടീമുകളുടെ ജോയിന്റ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ MVD ഉദ്യോഗസ്ഥരും ആ പ്രദേശത്തുണ്ടായിരുന്നു. ആ സമയത്താണ് യുവാക്കൾ ഇത്തരത്തിൽ അമിത വേഗത്തിൽ പോവുകയും പോലീസിനെ കണ്ടപ്പോൾ നമ്പർ പ്ലേറ്റ് മറച്ചു പിടിക്കുകയും ചെയ്തത്. ഈ അടുത്തുകൂടെ MVD പറയുന്നുണ്ടായിരുന്നു കേരളത്തിലെ അപകടത്തിനുള്ള സാധ്യതകൾ പലപ്പോഴും കൂടുതലാണ്. അതിന് കാരണം ഈ മിക്സഡ് ഡ്രൈവിംഗ് സിസ്റ്റമാണ്. ഒരുപാട് തരത്തിലുള്ള വാഹനങ്ങൾ ഒരേ പാതയിലൂടെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇത്തരത്തിൽ മറച്ചു പിടിച്ചൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു സാഹസം തൊട്ടപ്പുറത്തെ റോഡിലൂടെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ എതിർദിശയിൽ വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതിപ്പോൾ എത്ര മാന്യമായി ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ യുവാക്കൾ വരുമ്പോൾ ദിശ മാറിപ്പോവുകയോ അപകടത്തിനുള്ള സാധ്യതകളോ ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ മുൻകൂട്ടി കാണുകയും അത്തരത്തിൽ പ്രവർത്തനം മുൻപോട്ട് പോവുകയും ഒക്കെയാണ് MVD ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെഗറ്റീവ് കമൻറ്റുകളുമുണ്ട്. പലപ്പോഴും ഇപ്പോൾ MVDയെ തന്നെ നമ്മൾ പഴിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെറ്റി അടയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വരുന്ന അടുത്ത കാലത്തുള്ള അപകട വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും. പലതും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ MVDയുടെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പലതും ഒഴിവാക്കാൻ സാധിക്കുന്നവയാണെന്നുള്ളതാണ്. പലതും അമിത വേഗം, അതേപോലെ മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ, ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കൽ, അതുമല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള വാഹനങ്ങൾ ഓടിക്കൽ, അതൊക്കെ തന്നെയാണ് പൊതുവെ ഈ അപകടങ്ങൾക്കുള്ള എല്ലാവിധ സാധ്യതകളും ഒരുക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ഇതിൽ പെട്ടുപോകുന്നതും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് അംഗഭംഗം വരുന്നതും സാധാരണക്കാരായിരിക്കാം, കാൽനട യാത്രക്കാരായിരിക്കാം,
അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ യാത്രകളും അതേപോലെ തന്നെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളും ഒക്കെ നിരവധിയുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ പുറകെ പോയി ഇവരെ പിടിക്കുക ഒന്നും വലിയ പ്രായോഗികമായിട്ടുള്ള നടപടിയല്ല. ആ സമയത്ത് ഇവർ എടുക്കുന്ന സ്റ്റെപ്പുകൾ നമ്മൾ പറയുന്നത് പോലെയല്ല. ചിലപ്പോൾ അമിത വേഗം കൂട്ടി സഞ്ചരിക്കാം. അത്തരത്തിൽ പിടിക്കരുതെന്ന് സർക്കുലറുമുണ്ട്. ഓടിച്ചിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ വാഹനം ചേസ് ചെയ്ത് പിടിക്കാനോ സാധിക്കില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ഫോൺ തുണയാതെന്നുള്ളതാണ്. എന്തായാലും ഈ യുവാക്കളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്ന ഇവർ മറ്റ് കേസുകളിലൊന്നും പ്രതികളോ ഒന്നുമല്ല. അപ്പോൾ ഇവർ ഈ യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് MVDയുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവർ ആ ഒരു സാഹസം കാട്ടിപ്പോയതാണ്. എന്തായാലും അതൊരു പെറ്റിയിൽ ഒതുങ്ങേണ്ട കേസാണ്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഒരു 500 രൂപ കേസിൽ ഒതുങ്ങേണ്ടതാണ്. ഒരുപക്ഷെ ആ യുവാവിൻ്റെ ജീവൻ തന്നെ അപകടതരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ വാഹനം ഓടിച്ചെന്നുള്ളതാണ്. എന്തായാലും ആ യുവാക്കളെ പിടികൂടുകയും ചെയ്തു. അവർക്ക് കൃത്യമായി എന്താ പറയുക അവരുടെ കയ്യിൽ നിന്ന് തുക ഈടാക്കുകയും അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു, ഇനി അത്തരത്തിൽ വാഹനം ഓടിക്കരുതെന്നുള്ള. അതിൽ ആ ഒരു സംഭവം കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇത് കാണുന്ന ആളുകൾ MVDയെ പഴിക്കാൻ നിൽക്കേണ്ട. കാരണം നമ്മൾ എത്ര പഴിച്ചെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ വാഹനം ഓടിച്ചു വരുന്നവർ നമുക്ക് ഇടയിലുണ്ടാകാം. അവർ നമുക്ക് ഇടയിലേക്ക് വാഹനം കയറ്റിയാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ ഒരു അപകടാവസ്ഥയൊക്കെ. എന്തായാലും അപകടകരമായ രീതിയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി ഓടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോളൂ, MVD നിങ്ങളെ എന്തായാലും പൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്.